നമ്മൾ ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ദൈവകൃപയില്ലാതെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നുണ്ട്. കാരണം അവിടുന്ന് സർവ്വസൃഷ്ടിതാവാകുന്നു. ദൈവത്തിൻ്റെ മഹത്വവും വല്ലഭത്വവും തിരിച്ചറിയുന്നവർ താഴ്മയോടെ, വിനയത്തോടെ, ബഹുമാനത്തോടെ, അതിലേറെ നന്ദിയോടെ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു ചിലർ ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവത്തെക്കാൾ ഉപരി തങ്ങൾ ശ്രേഷ്ഠരെന്ന് അറിഞ്ഞോ അറിയാതെയോ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനം അവരെ അധികം സ്വാധീനിക്കുന്നില്ല. ദൈവഹിതം തിരിച്ചറിയുന്നതിനോ ജീവിതം അതിൻ പ്രകാരം ക്രമീകരിക്കുന്നതിനോ ഇങ്ങനെയുള്ളവർ തയ്യാറാകില്ല. സ്വന്തം പാരമ്പര്യം, വിദ്യാഭ്യാസം, തൊഴിൽ, പദവികൾ എല്ലാം കൂടി അവരുടെ ഹൃദയം ദൈവത്തിന് ഇടം നൽകാൻ കഴിയാതെ വണ്ണം തടിച്ചിരിക്കും. വിനയപ്പെടുവാൻ അവർ തയ്യാറാകുന്നില്ല. അതേസമയം തങ്ങൾ ഭക്തരെന്നവർ നിരൂപിക്കുന്നു. തങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതായി പറയപ്പെടുന്ന വൻ കാര്യങ്ങളൊക്കെ നിരത്തിവെച്ച് ദൈവം തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അതുകൊണ്ട് നിവർത്തിച്ചു തരുന്നതിന് ബാധ്യസ്ഥനാണെന്ന് അവർ കരുതുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ സ്വയം നീതിയിൽ ആശ്രയിച്ച് തൻ്റെ കൈകളുടെ പ്രവൃത്തികളിൽ നിഗളിച്ച് ദൈവസന്നിധിയിൽ അഹംഭാവത്തോടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ല. ഇത് കർത്താവ് ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തനൊരു പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരീശന്മാർ സമൂഹത്തിൽ ഉന്നതരാണ്, മതഭക്തരാണ്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് അത്യധികം പ്രാധാന്യം നൽകുന്നവരാണ്, മതവിശ്വാസങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നവരാണ്. ഇവിടെ പ്രാർത്ഥിപ്പാൻ വന്ന പരീശൻ താൻ വളരെ നീതിമാനാണെന്ന് ഇവിടെ സ്വയം പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടും താൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടവനാണെന്ന് ഇയാൾ ചിന്തിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ വ്യക്തിയുടെ പ്രാർത്ഥന പോലും തന്നോട് തന്നെയാണ്. ദൈവത്തിന് ഇവിടെ വലിയ പ്രസക്തി കാണുന്നില്ല. സ്വന്തം നിലയിൽ പ്രാർത്ഥന ചിന്തിക്കുമ്പോൾ പിന്നെ ദൈവത്തിന് എന്ത് പ്രസക്തി? എന്നാൽ താനൊരു പാപിയെന്ന് സ്വയം തിരിച്ചറിയുന്ന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. അയാൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമുണ്ട്. അയാൾ ആരെന്നും ദൈവം ആരെന്നുമുള്ള കേവല ബോധ്യം അയാൾക്കുണ്ട്. സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ നിസ്സാരത തിരിച്ചറിയുന്ന ആ മനുഷ്യൻ ഹൃദയനുറുക്കത്തോടെ മാറിത്തടിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. അയാൾക്ക് ദൈവസന്നിധിയിൽ നിരത്തിവെക്കുവാൻ ഒരു ശ്രേഷ്ഠതയും സ്വയമായില്ല. എന്നാൽ ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കുന്നതായി കാണുന്നു. എന്നാൽ ഇവിടെ സ്വയം സംപ്രീതനായിരിക്കുന്ന പരീശൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ എല്ലാ നിഗളവും കളഞ്ഞ് നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കുക. ദൈവവചനം ആവശ്യപ്പെടുന്നത് പോലെ ദൈവവചനം നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമേ ദൈവഹിതം വേണ്ടുവണ്ണം തിരിച്ചറിയുന്നതിന് നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ കുറവുകൾ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.